പാസഞ്ചേഴ്സ് ഒരുപാട് കാര്യങ്ങൾ പാസഞ്ചേഴ്സിന് റെയിൽവേയെ പറ്റിയിട്ടുള്ള അജ്ഞത കാരണം ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഒരു കാര്യത്തിൽ ഇപ്പോൾ റെയിൽവേ നിയമങ്ങൾ അറിഞ്ഞിരിക്കുന്നത് അത്യാവശ്യമാണ്. ഉദാഹരണത്തിന് വണ്ടി മൂവ് ചെയ്യുമ്പോൾ കയറാനോ ഇറങ്ങാനോ പാടില്ല. അയ്യോ, അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വീഡിയോസ് കാണുന്നത്. മൂവ് ചെയ്യുമ്പോൾ ഇറങ്ങിയിട്ട് ബാലൻസ് തെറ്റി ഈ ട്രാക്കിന്റെ ഇടയിലോട്ട് തന്നെ വീഴുന്നതൊക്കെ ഈ അടുത്ത കാലത്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഓടുന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങാനും കയറാനും ശ്രമിക്കുന്നത് ഏറ്റവും അപകടകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളാണ് അതിൽ ഏറ്റവും കൂടുതൽ അപകടത്തിൽ പെടുന്നത്. കാരണം അവരുടെ ജഡ്ജ്മെന്റിന്റെ പ്രശ്നമാണെന്ന് അറിയില്ല, ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ റെയിൽവേ സംബന്ധിച്ചിടത്തോളം ഈ നമ്മൾ മൂവ് ചെയ്യുന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങാതിരിക്കുക കയറാതിരിക്കുക ചെയ്യുക എന്നുള്ളതാണ് അതിൽ അത് ഒഴിവാക്കാനുള്ള ഏക മാർഗം. അപ്പോൾ അല്ലെങ്കിൽ എന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് അല്ല വേണ്ട അത് അത്തരം ഇത് ഒഴിവാക്കുക കഴിയുന്നത്. രണ്ടാമത്തത് ഈ റെയിൽവേ വണ്ടിയിൽ കയറാൻ വേണ്ടി അല്ലാതെ ട്രാക്കിൻ്റെ പരിസരത്തേക്ക് വരാതിരിക്കുക. വണ്ടിയിൽ കയറാൻ വേണ്ടി മാത്രം വരിക, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതൊന്നും നേരത്തെ പറഞ്ഞ സെൽഫി എടുക്കുക അല്ലെങ്കിൽ വേറെ മറ്റ് എന്തെങ്കിലുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ വന്നിട്ട് ട്രാക്ക് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കഴിയുന്നത് ഒഴിവാക്കുക. ഈ വണ്ടികളൊക്കെ കാറൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടിട്ട് കാറ്റുകൊള്ളാൻ പോകുന്നത് അങ്ങനെയൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ ഡോറിന്റെ സൈഡിൽ ഇരിക്കുകയും നിൽക്കുകയും ചെയ്യുന്നത് വലിയ അപകടം ഉണ്ടാകുന്നതാണ്. കാരണം ഇത് ഈ വണ്ടിയുടെ ഡോർ എന്ന് പറയുന്നത് ഒരു 10-30-50 കിലോ വെയിറ്റുള്ള ഡോർ. സാധാരണ ഇതിൽ നമ്മൾ വാഷ് ബേസിന്റെ അവിടെ വന്നിട്ട് കഴിഞ്ഞ ദിവസം എൻ്റെ വണ്ടിയിൽ നിന്ന് ഒരാൾ വീണത്, അയാള് മുറുക്കാൻ ചവയ്ക്കുന്ന ആളായിരുന്നു, ഉത്തരേന്ത്യക്കാരനാണ്. അയാൾ മുറുക്കാൻ തുപ്പാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് തുപ്പാൻ വേണ്ടി വന്നു. ശരിക്കും അവിടെ വാഷ് ബേസിൻ ഉണ്ടാവും, വാഷ് ബേസിൽ തുപ്പിയാൽ മതി. പക്ഷേ ആ വാഷ് ബേസിൽ തുപ്പാതെ ഇയാൾ പുറത്തേക്ക് തുപ്പാൻ വേണ്ടി വന്നു. വണ്ടി ആ സമയത്ത് ബ്രേക്ക് പിടിച്ചു, വാതിൽ വന്ന് അടിച്ചു, തെറിച്ചു പോയി. അയ്യോ, അങ്ങനെ. അപ്പോൾ ഡോറിന്റെ സൈഡിൽ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യരുത് ഒരു കാരണവശാലും. നമ്മൾ കുറെ പേര് കണ്ടിട്ടുണ്ട്, ടിക്കറ്റ് എടുത്താലും ഡോറിന്റെ സൈഡിൽ തന്നെ നിന്ന് ഫുള്ള് അതാ പറയാം, ഡോറിന്റെ സൈഡിൽ നിന്നിട്ട് പിന്നെ മൊബൈൽ നോക്കുന്ന ആൾക്കാർ, പിന്നെ ആൾക്കാർ പരസ്പരം സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിയുന്നതല്ല ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക. ഇല്ലെങ്കിൽ അങ്ങനെയാണ് തന്നെ ഒരുപാട് അപകടം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ചായ വാങ്ങിച്ചിട്ട് റെയിൽവേയിലെ ചായ എന്ന് പറയുമ്പോൾ ഭയങ്കര ചൂടുള്ള ചായ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഡിപ് ചായ ഉണ്ടാവും. ഡിപ് ചായക്ക് ആ തേയിലെന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ പാലോ അല്ലെങ്കിൽ എന്താണോ ലിക്വിഡിന് ഭയങ്കര ചൂടുണ്ടാവും. അങ്ങനെ തേയിലയുടെ ആ നീരയിലേക്ക് ഇറങ്ങും ആൾക്കാർ. അപ്പോൾ ഈ ചൂടുള്ള ചായ ഒരു കൈ പിടിച്ചുകൊണ്ട് ബോഡി പിടിക്കാൻ നോക്കും. സ്വാഭാവികമായിട്ടും ബോഡി പിടിക്കുന്ന സമയത്ത് ഇത് തുളുമ്പി കയ്യിൽ വീഴും. കൈ വീണ് കഴിഞ്ഞാൽ അത് ഒരു റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാവും, ഈ കൈ വിട്ടുപോകും, നേരെ പ്ലാറ്റ്ഫോമിനുള്ളിലേക്ക് പോകും. അങ്ങനത്തെ ഇൻസിഡൻസും ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ലോക്കോ പൈലറ്റ് പോലും അങ്ങനെ മരിച്ചിട്ടുണ്ട്. അയ്യോ, ഈ ചായ വാങ്ങിച്ച് വണ്ടി കയറാൻ ശ്രമിച്ചു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു അവയർനെസ് പോലെ എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതെ, ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും എല്ലാവരെയും ഒന്ന് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ, ട്രെയിനിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ നമുക്ക് കിട്ടുന്ന ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് കഴിച്ച ശേഷം അതിന്റെ ബാക്കിയൊക്കെ അവിടെ ഇവിടെ വിതറിടുന്ന ഒരു രീതി, പഴമൊക്കെ കഴിച്ചു. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ AC കോച്ചിലൊക്കെ ഒരുപാട് എലി മറ്റ് ഈ പാറ്റ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറി വരുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ കഴിയുന്നു ഒഴിവാക്കി കുറെ കൂടി ക്ലീൻലിനെസ് ഒക്കെ പാലിക്കാനുണ്ട്. കേരളത്തിലുള്ളവർ കുറച്ചുകൂടി ഭേദമാണ്, അങ്ങോട്ടുള്ളവർ അത്തരം കാര്യങ്ങൾ തീരെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ അത് പാസഞ്ചേഴ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റെയിൽവേക്ക് വലിയ തോതിലുള്ള ധനലാഭം ഉണ്ടാവും. കാരണം ഇത്തരം ഇതൊക്കെ ഉണ്ടാവും. അതുപോലെ എനിക്ക് വേറൊരു ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ പറയട്ടെ. നമ്മളിപ്പോൾ ഈ നല്ല തിരക്കുള്ള ട്രെയിനൊക്കെ ആണെങ്കിൽ പോലും ചില സ്റ്റേഷൻസിൽ ചിലപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ ഇത് നിർത്തി ഇടാറുള്ളൂ. അപ്പോൾ ആ സമയങ്ങളിൽ ഈ ഇറങ്ങാനുള്ള ഒരു ടൈം കിട്ടാതെ പോവാറുണ്ടല്ലോ. ഒരുപാട് ആളുകളാകുമ്പോൾ ഉള്ളിൽ നിന്നൊക്കെ നല്ല തിരക്കിന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ അങ്ങനെയും അപകടങ്ങൾ സംഭവിക്കാറുണ്ടല്ലോ. ശരിക്കും സാധാരണഗതിയിൽ റെയിൽവേ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് വരെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ തിരക്കുള്ള സ്റ്റേഷനെ അനുസരിച്ചിട്ട് ചില സ്റ്റേഷനുകളിൽ കുറഞ്ഞ സമയം 1 മിനിറ്റേ കൊടുക്കുന്നു. ഈ 1 മിനിറ്റ് കൊണ്ട് ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇറങ്ങാൻ പറ്റും. എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പലരും നല്ല ഉറക്കത്തിലായിരിക്കും. അപ്പം നമുക്ക് ഏത് സ്റ്റേഷനിലാണോ എത്തേണ്ടത് എന്ന് ഇവർക്ക് നല്ല ധാരണ ഉണ്ടാവും. അവസാന നിമിഷമാണ് ഇത് ഇവിടെയാണോ ഇറങ്ങേണ്ടത്, ഒരു വണ്ടി മൂവ് ചെയ്യുന്ന നേരത്തായിരിക്കും അവർ ഓർക്കുക. അന്നേരം ഇതെല്ലാം കൂടെ എടുത്തു വെച്ച് ചാടും. ആ സമയത്ത് എൻ്റെ അഭിപ്രായത്തിൽ അതിനേക്കാൾ നല്ലത് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുന്നതാണ്. ഏതായാലും വിട്ടുപോയി വണ്ടി, അപ്പോൾ അതുകൊണ്ട് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാമെന്ന് തീരുമാനിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, IRCTCയുടെ അലാറം ഉണ്ട്,
ഇപ്പോൾ IRCTC അലാറം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്ക് അലാറം അടിക്കും, അതിന് കുറച്ച് മുമ്പ് തന്നെ അലാറം വരും. അതും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ റെയിൽ വൺ എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്, അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ എവിടെ എത്തി എന്നുള്ള അറിയാൻ പറ്റും. നമ്മുടെ ഏതാ സ്റ്റേഷൻ അവിടെ നമുക്ക് ഇറങ്ങാനും പറ്റും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പാസഞ്ചേഴ്സിന് ഉപകാരപ്രദമായതുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചാൽ നമുക്ക് ഇത്തരം അപകടങ്ങൾ കുറെ ഒഴിവാക്കാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയപ്പോൾ ഞാൻ ഓർക്കുന്നത്, എനിക്കാണെങ്കിൽ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ജനറൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ കയറേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് പേര് ഒരു കോച്ചിനകത്ത് നമ്മളിങ്ങനെ ശ്വാസം മുട്ടിക്കുന്ന പോലെ ഇങ്ങനെ ആളുകൾ. അപ്പോൾ ഞാൻ കണ്ടിട്ട് പേടിച്ചു പോയത്, വെളിയിൽ അതായത് കുറേ പേര് ഇങ്ങനെ തൂങ്ങി പിടിച്ച് ജസ്റ്റ് ആ സ്റ്റെപ്പിൽ നിന്നിട്ട് കുറേ ദൂരം അവർ വരുന്നുണ്ട്. അങ്ങനെയും പാസഞ്ചേഴ്സ് പോകുന്നത് ഞാൻ കണ്ടു ആ സമയത്ത്. അപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ പേടിക്കും, ഒരു കൈ വിട്ട് ഞാൻ നേരെ താഴേക്ക് പോകില്ല. അങ്ങനെ ഒരുപാട് നേരം ആളുകൾ ഈ ജനറൽ കമ്പാർട്ട്മെന്റ്സിൽ അങ്ങനെ ഉന്തിത്തള്ളി അങ്ങനെ പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ വെച്ചുകൂടെ, ഇത്രയും പേർക്ക് കയറാവുള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിൽ? അതിന്റെ വെക്കുന്നതിൽ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ജനങ്ങൾ അതനുസരിക്കില്ല. അപ്പോൾ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം അതിൽ വരുന്ന വണ്ടിയിൽ ഇപ്പോൾ എറണാകുളം സ്റ്റേഷനിൽ ഇരിക്കുന്ന ആൾക്ക് ഈ അവിടുന്ന് വരുന്ന പാസഞ്ചർ വണ്ടിയിൽ എത്ര ആളുണ്ട് എന്ന് അറിയാനോ യാതൊരു മാർഗവും ഇല്ല. ഇത്ര ടിക്കറ്റ് വിറ്റുപോയി എന്നുള്ളത് ഇപ്പോൾ ഓരോ പാസഞ്ചറും എവിടേക്കാണ് ടിക്കറ്റ് എടുക്കുക എന്നുള്ളതൊന്നും കണക്കൂട്ടി എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം ആ പാസഞ്ചറിൽ എത്ര പേരുണ്ട് എന്നുള്ളത് അതിൻ്റെ ഉള്ളിലിരിക്കുന്നവർക്ക് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മുഴുവനും ഓൺലൈൻ ആക്കണം, മുഴുവൻ ഓൺലൈൻ ആക്കണം. അത് സാധ്യമായ കാര്യമല്ല. നാട്ടുകാർ നേരിട്ട് ടിക്കറ്റ് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് ഓൺലൈൻ ആക്കിയാലും ഈ ഒരു പ്രശ്നം അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ വണ്ടിയിൽ എത്ര പേരുണ്ടാവും എന്നറിയാൻ മാർഗ്ഗമില്ല. അപ്പോൾ പിന്നെ സാധാരണ ഞങ്ങളുടെ അവിടെയൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേമാതിരി കൂടുതൽ ആൾക്കാരായിട്ട് ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവിടെ റെയിൽവേ സ്റ്റേഷൻ ഉപരോധിച്ച പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം റെയിൽവേക്ക് അതിന് അത്ര എളുപ്പം ഒരു പരിഹാരം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഈ ട്രെയിനിലെ നീറ്റ്നെസ്സിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, എനിക്കൊന്ന് ഒരു നോർത്ത് സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ AC കോച്ചസിൽ പോലും ആളുകൾ ഇടിച്ച് കയറുന്നത്, അവിടുത്തെ വാഷ്റൂംസ് വരെ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. യാത്രക്കാർക്ക് സത്യം പറഞ്ഞാൽ ഈ വാഷ്റൂം സൗകര്യമാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒട്ടും നീറ്റ്നെസ് ഇല്ലാണ്ട് ഇപ്പോൾ ഉള്ള ട്രെയിനുകളിൽ എല്ലാത്തിലും ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പറിൽ വിളിച്ചിട്ട് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷനിൽ ആൾ വന്ന് ക്ലീൻ ചെയ്യും. ചില ട്രെയിനുകളിൽ അതിന്റെ ഉള്ളിൽ തന്നെ ആളുണ്ടാവും, അവരൊന്ന് ക്ലീൻ ചെയ്യും. ഇനി പക്ഷേ നമ്മുടെ യാത്രക്കാർ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല ആദ്യം. അല്ലെങ്കിൽ റെയിൽ മദത് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. പിന്നെ അത് ഇതായിട്ടും കിട്ടും, നമ്മൾ നെറ്റിലും കിട്ടും, അല്ലാതെ ഇപ്പോൾ ഗൂഗിളിൽ ക്രോമിലോ ഒക്കെ പോയാലും കിട്ടും. അപ്പോൾ ആ സൈറ്റിൽ പോയിട്ടോ ആപ്പിൽ പോയിട്ടോ നിങ്ങൾ കംപ്ലൈൻറ്റ് PNR നമ്പർ സഹിതം, PNR നമ്പർ മീൻസ് നിങ്ങളുടെ ടിക്കറ്റിൽ കൊടുത്തിട്ടുള്ള PNR നമ്പർ സഹിതം കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള കസ്റ്റമർ സർവീസ് ഇന്ത്യൻ റെയിൽവേയാണ്. അത് പരിഹാരം ഉണ്ടായിരിക്കും, ഒരു സംശയം വേണ്ട. അത് ഞാൻ പല പ്രാവശ്യം നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് ഒരു പ്രാവശ്യം ചായ കിട്ടിയത് പകുതി ചായയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ കംപ്ലൈൻറ്റ് കൊടുത്തു. പിറ്റേ ദിവസം കോൺട്രാക്ടർ ഇയാളെ വീട്ടിൽ വന്ന് കണ്ടു എന്നാണ് എന്നെ പറഞ്ഞു. കാരണം അത്ര കാര്യക്ഷമമാണ് അവർ, അത്രയും സീരിയസ് ആയിട്ട് പാസഞ്ചേഴ്സിന് അവരുടെ കംപ്ലൈൻസിന് എടുക്കുന്നുണ്ട്. റെയിൽവേ അതിന് പരിഹാരം ഉണ്ടാക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ബാക്കി ഇന്ത്യയിലെ എല്ലാ കമ്പനികൾക്കും മാതൃകയാണ് ഇന്ത്യൻ റെയിൽവേ. പക്ഷേ യാത്രക്കാർക്ക് പലർക്കും ഈ റെയിൽ മദത് എന്ന് പറയുന്ന ആപ്പിനെ പറ്റിയിട്ട് അറിയില്ല. അത് ഉപയോഗിച്ചാൽ വലിയ തോതിൽ നിങ്ങൾക്ക് കംപ്ലൈൻസിന് പരിഹാരം ഉണ്ടാവും. ഈ ക്ലീൻലിനെസ് ഒക്കെ പ്രത്യേകിച്ച് ക്ലീൻലെസ്, ബെഡ്ഷീറ്റ് കിട്ടാത്ത പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പിന്നെ ഈ പാറ്റ അങ്ങനെയുള്ള കംപ്ലൈൻസ്, അതല്ലെങ്കിൽ തെറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകളുമായിട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും എൻ്റെ ഒരു സുഹൃത്ത് അപ്പുറത്ത് കിടക്കുന്ന ഒരു പാട്ട് പാടുന്നു എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ഉണ്ടാക്കിയിട്ട് RPF വന്ന് അത് നിർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കി തരും റെയിൽവേ. ആ കാര്യത്തിൽ റെയിൽവേ 100% ഗ്യാരണ്ടി ഞാൻ തരാം, പരിഹാരം ഉണ്ടാക്കി.